ൾക്ക് മുമ്പാണ് 2019 ഫെബ്രുവരി മാസം 17-ാം തീയതി പാറശാലയിൽ നിന്നും മഞ്ചേശ്വരത്തു നിന്നും LDFിന്റെ രണ്ട് വലിയ പ്രചരണ റാലികൾ ആരംഭിക്കുന്നു. ഈ ദിവസമാണ് പെരിയയിൽ ഇരട്ടക്കൊലക്കേസ് ഉണ്ടാവുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇന്നിപ്പോൾ 6 വർഷത്തിനു ശേഷം വിധി പറയാൻ എത്തുമ്പോൾ ഏറെ ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം ആ വാർത്തയെ ഉറ്റുനോക്കുന്നുണ്ട്. എന്നാൽ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് പെരിയയിലെ ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും അച്ഛന്മാരും കുടുംബവും ഈ വാർത്തയും ഈ വിധിയെയും നോക്കിക്കാണുന്നത്. എറണാകുളം CBI കോടതിയാണ് വിധി പറയുക. കൃപേഷിന്റെ പിതാവ് PV കൃഷ്ണനും ശരത്ലാലിന്റെ പിതാവ് PK സത്യനാരായണനും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. നമസ്കാരം രണ്ടുപേർക്കും. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എറണാകുളത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്നത്തെ വിധിയിലുള്ള നിങ്ങളുടെ പ്രതീക്ഷ, ശ്രീ PV കൃഷ്ണൻ? 6 വർഷമായി ഈ കേസുമായി പാർട്ടി ഞങ്ങൾ മുമ്പോട്ട്. അതുകൊണ്ട് ഇന്ന് ഒരു CPI അന്വേഷണ ഭാഗമായി ഇന്നൊരു നല്ലൊരു വിധി വരാൻ വേണ്ടി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അത് എല്ലാ പ്രതികൾക്കും സത്യമായ ശിക്ഷ കിട്ടണമെന്നാണ് ഞങ്ങൾ കുടുംബം പ്രതീക്ഷിക്കുന്നത്. കിട്ടും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങളുടെ അത് കേൾക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ശ്രീ PK സത്യനാരായണനും നമുക്കൊപ്പമുണ്ട്. ശരത്ലാലിൻ്റെ പിതാവാണ് PK സത്യനാരായണൻ. നമസ്കാരം ശ്രീ PK സത്യനാരായണൻ. ഒരു മുൻ MLA ശ്രീ KV കുഞ്ഞിരാമൻ കൂടി ഉൾപ്പെട്ടൊരു കേസാണ്. ധാരാളം CPM നേതാക്കൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. പ്രതിപ്പട്ടികയിൽ 14 പേരായിരുന്നു, ഇപ്പോൾ അത് 24 പേരായി മാറിയിട്ടുണ്ട്. ഈ CBI ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തിയുള്ളവരാണോ സത്യനാരായണൻ? CBI അന്വേഷണം നന്നായി പോയിട്ടുണ്ട്. അതിൽ ഒരുവിധ വിശ്വാസമുണ്ട് നമ്മൾക്ക്. അതാണ് കാരണം മുമ്പത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതിന് കൂടുതലായിട്ടൊരു 10 പ്രതികൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ അന്വേഷണത്തിൽ മാറ്റങ്ങൾ ഉണ്ടല്ലോ. ക്രൈംബ്രാഞ്ചും CBI ആയിട്ടും അന്വേഷണത്തിൽ വ്യത്യാസങ്ങൾ കണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ പ്രവർത്തന ഫലവും കണ്ടിട്ടുണ്ട്. പിന്നെ പൂർണ്ണമായിട്ടും ഉണ്ടോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് നമ്മൾക്ക് ഇതിൻ്റെ വിധി വരട്ടെ, നമ്മൾക്ക് പറയാം. അതിൻ്റെ യഥാർത്ഥം ഒക്കെ പറയണമെങ്കിൽ നമ്മൾക്ക് കോടതിയിൽ മുമ്പാകെയുള്ളൊരു കേസിന് അത് കഴിയട്ടെ. വിധി വന്നതിന് ശേഷം നമുക്ക് മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മൾക്ക് വിധി എന്ന് പറയുന്നത് പരിപൂർണമായും ഒരു ഉത്തമ വിശ്വാസം നമ്മൾക്കുണ്ട്. അതിന് തക്കതായ ശിക്ഷ, ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ ബഹുമാനപ്പെട്ട കോടതി നൽകുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. 6 വർഷത്തെ പോരാട്ടം ഒരു സർക്കാരിനോടും മാത്രമാണ് നമ്മൾക്ക് അധികം പോരാടേണ്ടി വന്നത്. നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സർക്കാർ, ജനാധിപത്യ രീതിയിൽ ജയിച്ചു വന്ന ഒരു സർക്കാർ, ജനങ്ങളെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട സർക്കാർ, നാടിനെ സംരക്ഷിക്കേണ്ട ഒരു സർക്കാർ മൊത്തമായും ജനങ്ങളുടെ കാശെടുത്ത് ഞങ്ങൾക്കെതിരെ നിന്ന് ഈ കേസിനെ ക്രിമിനലി രക്ഷിക്കാൻ വിളിച്ചവരുകൾ ഈ നാടിനും ലോകത്തിന് തന്നെ ഇതൊരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനയുടെ മേലെ വേദനയും സാമ്പത്തിക നഷ്ടവും പ്രയാസങ്ങളും ഞങ്ങളെ ആകെ അന്തഛിദ്രമാക്കാൻ വിളിച്ച ഈ സർക്കാരിൻ്റെ കളിമിത്തം ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ തൻ്റെ ഇടത്തോടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മൊത്തം പിൻബലത്തോടെ പിന്നിൽ, അതുപോലെ തന്നെ അഡ്വക്കേറ്റുമാരുടെ, നമ്മൾ പ്രോസിക്യൂട്ടറെ എല്ലാ പിൻബലത്തിൽ നല്ലവരായ എല്ലാ മനുഷ്യരുടെയും കൂടെയുള്ളൂ എന്നുള്ള ഒരു ആത്മബലത്തിൽ ഞങ്ങൾ ആത്മധൈര്യത്തോടെ പ്രവർത്തിച്ചു. എത്ര വേദനയിലും സങ്കടത്തിലും ധൈര്യസമേതം ഈ പ്രതികളെ ഇനി വിടാൻ പറ്റില്ല. നാളത്തെ ഈ നാടിന് ആപത്താണ്. ഇതുപോലെ വിട്ടാൽ നമ്മൾക്ക് ഇനിയുള്ള തലമുറക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത നാടായി മാറുമെന്നുള്ള ഇതുകൊണ്ടാണ് നമുക്ക് ഒരു തരത്തിലുള്ള ഭയമോ ഇല്ലാതെ എന്ത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായാലും ഈ കൂടെ നിന്ന് ഈ 6 വർഷമായി ഞങ്ങൾ പോരാടി ഈ 170ഓളം പ്രതികളെ 170ഓളം സാക്ഷികളെ ഞങ്ങൾ എറണാകുളം കോടതിയിൽ കൊണ്ടുവന്ന് കൃത്യമായ സാക്ഷിമൊഴി പറഞ്ഞ് കോടതിയെ ബോധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ്. അതിന് തക്കതായ ശിക്ഷ ഈ കേരളത്തിനൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ശിക്ഷ, ഈ വരുന്ന ക്രിമിനലുകൾക്കൊരു മെസ്സേജ് കൊടുക്കുക, ഈ നാട്ടിൽ തന്നെ ഒരു ഗുണകരമായ ഒരു ശിക്ഷ ഈ വിധി ഉണ്ടാവും. അത്ര കടുപ്പമേറിയ ഒരു ശിക്ഷ കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ സത്യനാരായണൻ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു കേസിൽ സ്വന്തം മകന്റെ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ ഒരു സർക്കാരിനോട് 6 വർഷം ഏറ്റുമുട്ടി നിയമയുദ്ധം നടത്തിയ രക്ഷിതാക്കൾ ഉണ്ടാവില്ല. നിങ്ങൾക്കെതിരെ ലക്ഷങ്ങളാണ് സർക്കാർ പൊടിച്ചത്. കേസ് CBI ഏറ്റെടുക്കരുത് എന്ന് ആർക്കൊക്കെയോ താല്പര്യമുള്ളതുപോലെ ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും അന്വേഷിച്ച് 14 പേരിലേക്ക് കേസ് ചുരുക്കണമെന്ന് സർക്കാരിനും പാർട്ടിക്കും നിർബന്ധമുള്ളതുപോലെ തോന്നിയിരുന്നുവല്ലേ? ഇപ്പോൾ ഈ പോരാട്ടം നടത്തുമ്പോൾ ഈ വിധി വരുമ്പോൾ അറിയാതെ എന്തിനു വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യങ്ങൾ പൊടിച്ചത് എന്നുള്ളത്, ആരെ രക്ഷിക്കാനായിരുന്നു എന്നുള്ളത്.
KV കുഞ്ഞിരാമൻ MLA അടക്കമുള്ളവർ പ്രതികളാണ് എന്ന് തുടക്കം മുതലേ നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ലോക്കൽ പോലീസ് അവയെല്ലാം വിദഗ്ധമായി മാറ്റുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ സർക്കാരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു കരുത്തുണ്ടായിരുന്നു? സത്യനാരായണൻ, ഒരുപാട് സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ലേ? ഉണ്ടാവുമല്ലോ. സർക്കാർ കോടികളാണ് വലിച്ചെറിഞ്ഞത്. ഇപ്പം നിയമസഭയിലകത്ത് പറഞ്ഞ കണക്ക് തന്നെ വേറെ. അതിനുശേഷം സുപ്രീം കോടതിയിൽ വക്കീലിനെ വെച്ചതിൻ്റെ ചിലവുകൾ അതിൻ്റെയൊക്കെ കൂടാനുണ്ട്. എല്ലാം കോടികൾക്ക് മീതിയെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇത് പറയുമ്പോഴും ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ നീതി ഇവിടെ കിട്ടും. ആരോടെ മല്ലടിച്ചിട്ട് എങ്ങനെയാണ് നീതി കിട്ടുക? അപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ തകർക്കുക, എല്ലാവരെയും വളരാൻ വിടൂല, ആരും വിട്ടൂല. അപ്പോൾ അങ്ങനെ ഗൂഢാലോചന ചെയ്ത് ചെയ്യുന്നൊരു പരിപാടിയാണിത്. അതിൻ്റെയൊക്കെ ഗൂഢാലോചന ചെയ്തവരെയൊക്കെ പിടിക്കപ്പെടാൻ പാടില്ല, പാർട്ടിയിലേക്ക് വരാൻ പാടില്ല എന്ന് ഉറച്ച വിശ്വാസം അവർക്ക്. അതിനു വേണ്ടിയാണ് CBI അന്വേഷണത്തെ മുടക്കാൻ പോയതും. അത് KV കുഞ്ഞിരാമനിലേക്ക് എത്തും വരെ ആ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതും അതുകൊണ്ടാണ് നമ്മൾ ക്രൈംബ്രാഞ്ചിൽ വിശ്വാസമില്ല എന്നും പറഞ്ഞ് CBI അന്വേഷണത്തിലേക്ക് പോകാൻ വേണ്ടി കോടതിയെ സമീപിച്ചതും അതിന് തക്കതായി നമുക്ക് അതിൻ്റെ ഗുണകരമായ കാര്യങ്ങൾ കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടന്നു. നമുക്ക് സാക്ഷികളെ വിസ്തരിക്കാൻ പറ്റി, കോടതിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി, കുറ്റക്കാരെ കോടതിന് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലം ഇന്ന് കാണും എന്നുള്ളൊരു വിശ്വാസമാണ്. കോടതിയെ ഏറ്റവും ബഹുമാനിക്കുന്നു, അത് ആദരിക്കുന്നു. അതിൽ അത്രമേൽ വിശ്വാസമുണ്ട്. അതുപോലെ ദൈവികമായ നമുക്ക് ഒരുപാട് വിശ്വാസമുള്ള ഒരു സ്ഥലമാണ് കല്ലുവെട്ടുനാട്. അവിടുത്തെ ദേവിയുടെ തിരുമുമ്പിൽ വെച്ചാണ് നമ്മളെ കുട്ടികൾ ഇറങ്ങി വന്നതും. ആ സമയത്താണ് ചെയ്ത ദേവിയും നമ്മളെ കൂടെ തന്നെയുണ്ട്. കോടതി കൂടാതെ തന്നെ ദൈവികമായ ഒരു ശിക്ഷ, മാനുഷികമായി അല്ലെങ്കിൽ ദൈവികമായി തന്നെ അവർക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ശ്രീ കൃഷ്ണൻ, പാർട്ടി ഒപ്പമുണ്ടായിരുന്നുവല്ലേ ഈ കേസിൻ്റെ വേളകളിലെല്ലാം? അപ്പുറത്ത് നിൽക്കുന്നത് സർക്കാരാണ്, പാർട്ടിയാണ്. അവർക്ക് സുപ്രീം കോടതി വരെ പോകാം, ലക്ഷങ്ങൾ ചിലവഴിക്കാം, കോടികൾ പിടിക്കാം. അതൊക്കെ ചെയ്തു. ഒരുപക്ഷെ നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഒരു രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് CBIക്ക് കേസ് വിടണം എന്നുള്ള ഒരു ആവശ്യത്തെ അംഗീകരിക്കാതെ അതിനെതിരെ കേസ് പോകുന്ന സർക്കാർ. ഈ സമയത്തെല്ലാം കോൺഗ്രസ് പാർട്ടി ഒപ്പം നിന്നിരുന്നില്ലേ ശ്രീ കൃഷ്ണൻ? എനിക്കൊന്ന് സാമ്പത്തിക സഹായമടക്കം പാർട്ടി നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട് നിങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി നൽകിയ സേവനം അല്ലെങ്കിൽ സഹായം എത്രത്തോളം ഉണ്ടായിരുന്നു ശ്രീ കൃഷ്ണൻ? അതെ, പാർട്ടി നല്ല സഹായം ചെയ്തിട്ടുണ്ട്. വീട് വെച്ച് തന്നിട്ടുണ്ട്. എല്ലാ സഹായവും ഈ കേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിൽ സാമ്പത്തിക സഹായം ഫുള്ള് കേസ് മുമ്പോട്ട് കൊണ്ടുപോയതും പാർട്ടിയാണ്. ഒക്കെ ചെയ്തു തന്നിട്ടാണ് ഇന്ന് ഈ CBI കോടതിയിലേക്ക് ഈ കേസ് എത്താനും ഈ അന്വേഷണം വരാനും ഇന്ന് നല്ലൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സത്യനാരായണൻ, സർക്കാരിനോട് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ എന്താണ്? വിധി വരുന്നതിന് തൊട്ട് മുമ്പ് ഈ പോരാട്ടം ഇവിടം വരെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ പോരാട്ടം സർക്കാർ ഏറ്റെടുക്കേണ്ടിയിരുന്നതാണ്. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഈ സർക്കാർ അംഗീകരിച്ച് തന്നെ CBIക്ക് വിടേണ്ട ഒരു കേസിനെ CBI വരാൻ എതിർക്കുകയും പിന്നീട് സർക്കാരിന് തിരിച്ചടിയാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാരിനോട് ഇനി എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഈ ഗൂഢാലോചന കേസൊക്കെ തെളിയിക്കപ്പെട്ടാൽ അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ അപൂർവം കേസുകളിൽ ഒന്നായിട്ട് മാറുകയും ചെയ്യും. അത്തരം വിശ്വാസമുണ്ടോ ശ്രീ സത്യനാരായണൻ? അതൊന്നുമില്ല. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവരല്ല ഭരിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയാലും ഇപ്പോഴത്തെ ഭരണകർത്താക്കളായാലും എല്ലാം കള്ളങ്ങൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുക, മനുഷ്യരെ ഇല്ലാണ്ടാക്കുക, പാർട്ടിയെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവണത. അതിൽ കാശോ മറ്റോ മാനോ മര്യാദയോ ഒന്നും ഇല്ലാത്ത രീതിക്കാണ് അവരുടെ പോക്ക്. അവർക്ക് മനുഷ്യത്വമൊന്നുമില്ല. അവർക്കിപ്പോൾ ഇത്ര വേദനിക്കുന്നത് കേരളത്തിൻ്റെ ജനങ്ങൾ ഇത്ര വിഷമിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും അവർക്കൊന്നുമില്ല. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും അവർക്കൊന്നുമില്ല. അവർക്ക് പാർട്ടി ആൾക്കാരെ സംരക്ഷിക്കുക, അതിന് എന്ത് പണം എന്ത് നീചത്വം ചെയ്യാൻ തയ്യാറാണ് ഇപ്പോഴത്തെ സർക്കാർ. അവരോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് കുറച്ച് നമ്മളൊന്നും ഒരു വ്യക്തി എന്ത് ചെയ്യാൻ, ഒരു പ്രസ്ഥാനം പോയിട്ട് ഒരു സമൂഹം തന്നെ മുടക്കിയാൽ അവർക്ക് വലിയ വിലയൊന്നുമല്ല. ഇപ്പോൾ ആ രീതിക്കാണ് അവരുടെ പോക്ക്. അത് ഇന്നുമല്ല, മുമ്പേ ഉണ്ട്. സത്യനാരായണൻ, ഇപ്പോൾ MLAയിലേക്കും ഗൂഢാലോചനയിലും ഒക്കെ നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ കാരണം എന്താണ്? ഇത് കേവലം ഒരു പ്രാദേശിക സംഘടനമല്ല, അങ്ങനെ നിലപാടാണല്ലോ പാർട്ടി എടുത്തത്. അതിന് പിന്നിൽ ശക്തമായ ഗൂഢാലോചന, ജില്ലാ കമ്മിറ്റിയോ ജില്ലാ സെക്രട്ടേറിയറ്റിലെയോ അംഗങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ കൊലപാതകം എന്നൊരു നിലയിൽ നിങ്ങൾ സംശയിക്കാനുള്ള കാരണം എന്തായിരുന്നു ശ്രീ PK സത്യനാരായണൻ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ KV കുഞ്ഞിരാമൻ മുൻ MLA അല്ല, നേരിട്ട് ഇവരെ പ്രതികളെ ജീപ്പിൽ നിന്ന് ഇറക്കി പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഇറക്കി പിടിച്ചു കൊണ്ടുപോകാൻ പോയതല്ലേ. അവർക്ക് എന്താ, അയാൾ ജനസേവനം ചെയ്യുന്ന ഒരു മുൻ MLA ആയിരുന്നില്ലേ. ഇതാണോ ഇയാളെ ജനസേവനം? പോലീസ് ഒന്ന് വെളുത്തുള്ളി വെച്ച്
ഇവർ പോലീസ് വണ്ടിയിൽ നിന്ന് പ്രതികളെ ഇറക്കി, അത് ഞാൻ പറയുന്ന പ്രതികളെ കൊണ്ടുപോയാൽ മതി, മറ്റിവരെ വിടാൻ പറഞ്ഞിട്ട് വലിച്ചിറക്കിയവനാണ് KV കുഞ്ഞിരാമൻ. അയാൾക്ക് എന്താ കാര്യം? ഇവർ ഗൂഢാലോചന ചെയ്തുകൊണ്ടല്ല അവരുടെ അടുത്തേക്ക് പോയത്, സംരക്ഷണത്തിന് പോയത്. അതെല്ലാം ഒരു ചേർന്നതാണോ? ഒരു MLAക്കും ഒരു മുൻ MLA ആയി കഴിഞ്ഞാൽ പൊതുസേവകനല്ലേ? ഇതാണോ? ഓക്കെ, താങ്ക് യു. എന്തായാലും കാത്തിരിക്കാം. ഒന്നാം പ്രതിയുടെ പിതാവരൻ്റെ വീട്ടിൽ പോയി. അതെ, ഈ ഇപ്പോൾ എനിക്കൊന്നും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ, സഹോദരി അടക്കം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചിയിലേക്ക്. ഉണ്ട്. അതെ. അതൊക്കെ നേരിട്ട് അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത്രയും പ്രവർത്തിച്ചതല്ലേ. ഇതിൻ്റെ ഇത്രയും വേദനിക്കുന്ന ഹൃദയങ്ങൾ ഞങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും ആകെ ഒരു മനസ്സിന് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഈ വിധിയിൽ കേൾക്കുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. അതേ ഉള്ളൂ. അപ്പോൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക ശ്രീ സത്യനാരായണൻ. കുറ്റവാളികളായവർക്ക് കൃത്യമായ ശിക്ഷ വിധിക്കട്ടെ. ശ്രീ കൃഷ്ണൻ, നമുക്ക് വൈകുന്നേരം 7 മണിക്ക് ഈ വിധി വന്നതിനു ശേഷം പരസ്പരം സംസാരിക്കുകയും ചെയ്യാം. നന്ദി ശ്രീ PV കിഷൻ. PK സത്യനാരായണൻ, കുടുംബത്തിൻ്റെ ദുഃഖം 6 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും മാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. 2 അച്ഛന്മാർ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനം ഇവരുടെ വിഷമങ്ങൾ കേൾക്കേണ്ടതിന് പകരം ഇവരുടെ ആവശ്യത്തെ തിരസ്കരിച്ച് ലക്ഷങ്ങൾ മുടക്കി കോടതിയിൽ പോയി ഇവരുടെ ആവശ്യത്തിന് എതിരായി നിന്ന് വാദിച്ച കേസാണ് പെരിയ കേസ്. ഈ വിധിയിൽ വരാൻ പോകുന്നത് എന്ത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ തെളിയുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. വിധിയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് കൃപേഷിൻ്റെ കുടുംബത്തിൻ്റെ